എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ലഡ്ഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങ ചിരകി എടുക്കില്ലേ, അത് ഒരു 1.5 കപ്പ് എടുക്കുക. എന്നതിന് ശേഷം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്, തേങ്ങ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം ചേർത്തതേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാതെ നിറം മാറി പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഒരു കിലുകിലാ സൗണ്ട് വരും, അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളമായാലും ചേർത്ത് കൊടുക്കാം. പക്ഷേ പാല് ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാലും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് അതായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനും ഉള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങും. അതുവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ പോർഷൻസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വലിയ ഉരുളകളാക്കണമെന്നുണ്ടെങ്കിൽ വലിയ പോർഷനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ലഡ്ഡുവാണ് തയ്യാറാക്കുന്നത്. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് അതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം എല്ലാനും ഒന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാനും ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഈ ഓരോ ബോൾസും ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ലഡ്ഡും ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. പിന്നെ ഇത് നമ്മൾ പാലൊക്കെ ചേർത്തത് കൊണ്ട് 1-2 ദിവസം അത് വെളിയിൽ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ദിവസമൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ തേങ്ങ വെച്ചിട്ടുള്ള ലഡ്ഡു തയ്യാറാക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്